അരപ്പ് എന്തായി? ഇല്ല, ഇത് ഭക്ഷണത്തിന്റെ ലിസ്റ്റാണ്. പോയി വാങ്ങിച്ചോണ്ട് വാ. ഞാൻ എന്താണ് പറയുന്നത് അതുപോലെ തന്നെ ചെയ്യണം. പോപ്പട്ടെ, നീ ക്രെയിൻ ഓടിക്കേ. ആ. ഉം, ഉം. ഉം. ആ, ഹെ, ഉം, 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 ഉം. ആ, ആ, ഉം. മണി നിൽക്ക്. നിക്കല്ല, ഇതാണ് ബുക്ക്. ഈ ബോക്സിൽ മുഴുവൻ ബുക്കാണ്. അയ്യോ അമ്മച്ചി, എന്റെ അമ്മച്ചി. അയ്യോ. എന്നോടാ ഈ ബുക്കിന്റെ കളി? സംശയമുണ്ടോ? അയ്യോ എന്റെ അമ്മോ, ഇവൻ ഇത്രയും ബുക്കും കൊണ്ട് പോകുന്നുണ്ടല്ലോ. IAS, IPS, ഡോക്ടർ എല്ലാം നീ ഒരുമിച്ചാവാൻ പോവുകയാണോ? ഞാൻ ഈ ബുക്കൊക്കെ കണ്ണസാറിന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ. ഇതൊക്കെ വായിച്ച് വായിച്ച് ഞാനൊരു ഇന്റലിജന്റ് ആയിട്ട് മാറും. എന്തോ കേട്ടില്ല. നീ ഇന്റലിജന്റിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. സോറി, ഞാൻ ജീനിയസ് ആയിട്ട് മാറും. എന്നാ ജീനിയസിന്റെ സ്പെല്ലിംഗ് പറ. എന്നെ സമ്മതിച്ചു, ഞാൻ IQ ടെസ്റ്റ് ചെയ്തോളാം. ഓക്കേ. ഇനി ഞാൻ എന്തായാലും ആർക്കിടെക്റ്റ് ആവും. എന്നിട്ട് നാട്ടിലുള്ളവർക്കെല്ലാം വീട് ഡിസൈൻ ചെയ്ത് കൊടുക്കും ഞാൻ. അപ്പൊ നീ ആർക്കിടെക്ട് ആയോ? നിനക്ക് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള എക്സ്പീരിയൻസ് ആയോ? കണ്ടില്ല എന്റെ എക്സ്പീരിയൻസ്. കൂട്ടുകാരെ, ഈ ഹണിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താ പറ്റുന്നതെന്ന് അറിയില്ല. ഈ ഹണി കാരണം പലപ്പോഴും നമ്മൾ തന്നെയാണ് പെട്ടുപോകുന്നത് കൂട്ടുകാരെ. വാ, സാർ അവിടെ എന്താ ചെയ്യുന്നെന്ന് നമുക്ക് പോയി നോക്കിട്ട് വരാം. ഏയ്, ഇവ മിക്കവാറും നമുക്ക് പണിയുണ്ടാക്കി വെക്കും. എടാ, എന്റെ വീട് മുഴുവൻ നശിപ്പിച്ച് നീ ഗേറ്റ് ആക്കിയല്ലേ? ഞാൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോയാലും പുറത്ത് നിൽക്കുന്നതിന് തുല്യമാടാ. വരൂ, നമുക്ക് പോയി ഹണിയെ തടയാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഞാൻ ചിക്കി ചിക്കി ഒന്നും അല്ല, ഹണിയാണ് ദി ആർക്കിടെക്ട്. എന്റെ പേര് ബാംബു, DJ-കാരനാ. ഞാനൊരു സ്വപ്നഭവനം നിർമ്മിക്കാനായി ഒരു ആർക്കിടെക്റ്റിനെ പറയുകയായിരുന്നു. Come on, man. നിങ്ങളുടെ ഡ്രീം ഹൗസ് ഞാൻ ഉണ്ടാക്കി തരാം. ഞാനൊരു തവണ 25 വീട് ഒറ്റയടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാ. അതെന്താ 25 മാത്രമാക്കിയേ? ഡാൻസ് ഫ്ലോർ ബേബി. കാരണം ബുക്കിലാകെ 25 പേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് DJ ഷോ ചെയ്യാനായിട്ട് പുറത്തേക്ക് പോകണം. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എന്റെ സ്വപ്നഭവനം നിങ്ങൾ നിർമ്മിച്ചു തരണം എന്ന് പറയുന്നു. ഇത്ര പെട്ടെന്നോ? അതും പുതിയ വീട്? പുതുപുത്തൻ വീട് തന്നെ എനിക്ക് വേണം. താങ്കൾ വേറെ ആർക്കിടെക്റ്റിനെ
വേറെ ആർക്കിടെക്ട് അല്ല, എനിക്ക് ഒന്നാന്തരം ഒരു ആർക്കിടെക്റ്റിനെ തന്നെ വേണം. അത് പണിയണം. ഇതാ, നിങ്ങൾക്കുള്ള കാശ് ആദ്യം പിടിക്കേ. ഈ ഡിജെക്കാരൻ 8ന്റെ പണി തന്നിട്ടാണല്ലോ പോയത് ദൈവമേ. ഞാൻ ഏതായാലും ഇപ്പൊ തന്നെ വീടിന്റെ ഡിസൈൻ ഉണ്ടാക്കാം. വരപ്പെന്തായി? ഇല്ല, ഇത് ഭക്ഷണത്തിന്റെ ലിസ്റ്റാണ്. പോയി വാങ്ങിച്ചോണ്ട് വാ. ഞാൻ എന്താണ് പറയുന്നത് അതുപോലെ തന്നെ ചെയ്യണം. പോപ്പട്ടെ, നീ ക്രെയിൻ ഓടിക്കേ. ആ ഉം, ഉം. ഏ? ഹെ, ഉം, 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 ഉം. അയ്യോ. അയ്യോ. പണി, നീ വേഗം സോഫ പെയിന്റ് അടിച്ചിട്ട് അതിൽ സ്റ്റിച്ച് അടിക്കേ. പോപ്പട്ടെ, വേഗം ബെഡുണ്ടാക്കേ. പിന്നെ സോർദാറെ, നിന്നെ വലിയൊരു ഉത്തരവാദിത്തമുള്ള കാര്യമാണ് ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടി നല്ലൊരു ജ്യൂസ് കൊണ്ടുപോവാ. ആ കാണ്ടാമൃഗം വരുമ്പോ തന്നെ ജോലി പെട്ടെന്ന് തീർക്കണം ഹണി. എന്നെ ഇങ്ങനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യല്ലേ സോർദാറെ. നിങ്ങൾ എന്നെ സഹായിക്കണ്ട. നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. നിങ്ങൾ തൽക്കാലം പുറത്ത് വിശ്രമിച്ചോ. ഈ വീട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കിക്കോളാം. പുതിയ വീട് റെഡിയായി കൂട്ടിയാരേ. എന്തോന്ന് വീടാടെ ഉണ്ടാക്കിയത് വലിയ? എനിക്ക് ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. നോക്ക, കുറഞ്ഞത് ഫസ്റ്റ് ഫ്ലോറിലെ ഡ്രോയിങ് റൂമിൽ തന്നെ ബാൽക്കണി ഉണ്ടാവണമല്ലോ. അയ്യോ, ഈ വീട്ടിൽ അബദ്ധത്തിലെങ്കിലും ഏതെങ്കിലും കള്ളന്മാര് വന്നാലേ ഈ വീടിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ച് കുറച്ച് പൈസ ഇവിടെ വെച്ചിട്ട് പോകും. ഇനി ആ കാണ്ടാമൃഗം വരുമ്പോ എന്ത് പറയുമെന്ന് ദൈവത്തിനറിയാം. അത് കുഴപ്പമില്ല, പറയാം. ഭൂകമ്പം വന്നതുകൊണ്ടാണ് ഈ വീട് ഇങ്ങനെയായിട്ട് മാറിയെന്ന് പറയാം. ഭൂകമ്പത്തിൽ ഈ വീടിന് മാത്രം കേടുപാട് പറ്റുള്ളൂ. ഇനി ഒരു വഴിയേ ഉള്ളൂ. കൊച്ചലി, അതെന്ത് വഴിയാ? ആ വഴിയിലും ബിൽഡിംഗ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലട കഴുതേ, ആ കാണ്ടാമൃഗം വരുന്നതിന് മുമ്പ് നിന്റെ ഡിസൈൻ മാറ്റി പുതിയൊരു വീട് നമുക്ക് ഉണ്ടാക്കി എടുക്കണം. വേണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തേക്ക് പോകണം. ഞാൻ ഈ വീട്ടിൽ എന്താണ് ചെയ്യുന്നത്? എനിക്കൊന്നും തന്നെ ഓർമ്മ വരുന്നില്ല. ഓക്കേ, സ്റ്റെപ്പ് 1 നമുക്ക് തുടങ്ങാം. ഇനി അല്പം കൂടെ ചേഞ്ച് ചെയ്യാനുള്ളൂ. കാണ്ടാമൃഗം വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അതൊക്കെ മാറ്റിയേക്കാം. കാണ്ടാമൃഗം ദേഷ്യത്തിലാണ്. ഞാനൊരു സെൽഫി എടുത്തോട്ടെ. ഇടി കഴിഞ്ഞിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ വീട്ടിൽ വെക്കാനുള്ളതാ.
അയ്യോ എന്താ ഇത് ഹണിയോട് ദേഷ്യമാണെന്നാ ഞങ്ങൾ വിചാരിച്ചേ. ഹണിയോട് എനിക്ക് ദേഷ്യോ? നിങ്ങളെന്താ തമാശ പറയാണോ? ഞാൻ ദേഷ്യം കാണിച്ചത് എന്റെ DJ പാർട്ടിയിൽ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാ ടിക്കറ്റുകളും എനിക്ക് തന്നെ വാങ്ങേണ്ടി വന്നു. പക്ഷേ ഈ മനോഹരമായ വീട് കണ്ടപ്പോ എന്റെ എല്ലാ ദേഷ്യവും അലിഞ്ഞുപോയി. ചക്ക ചക്ക ചാ ചാ ചാ. ഇതുപോലൊരു സ്വപ്നഭവനം തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഇയാളുടെ ഡ്രീം ഹൗസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇയാളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ഊളംപാറയിലെ പാറയ്ക്കടുത്തായിരിക്കും. സംശയമുണ്ടോ? എനിക്കൊരു ഉറക്കത്തിൽ എണീറ്റ ഉടൻ തന്നെ പോയി കുളിക്കാമല്ലോ. സൂപ്പർ ഡിസൈൻ ആണ്. യാ, വാവ്. ഞങ്ങൾ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ലിഫ്റ്റിലും പടികളും ഉണ്ടാക്കിയിരിക്കുകയാണ്. വാവ്. അല്ല, TV എവിടെയാണ്? താങ്കളുടെ ടി വി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതാവുമ്പോ ടി വി കാണുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയുടെ ഭംഗിയും ആസ്വദിക്കാലോ. ആ നിങ്ങൾ ടി വി കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ദാഹിക്കുകയാണെങ്കിൽ വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. വാവ്. ഇത്രയും സൗകര്യങ്ങൾ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിൽ പോലും ഉണ്ടാകില്ല. ഈ വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വീട് ഒരു അടിപൊളി ഡിസൈനാ. വീട്, എന്റെ വീട് ഒരു അടിപൊളിയാ. ഇവിടെയെല്ലാം നോക്കിയേ, അതിനെക്കാലത്ത് വ്യത്യസ്തമായ വീട് എന്റേതല്ലേ. നാട്ടുകാരെല്ലാം എന്റെ വീടിന് മുന്നിൽ വന്ന് സെൽഫി എടുക്കും. ബ്രേക്ക് ദ ഡാൻസ് ഫ്ലോർ. താങ്ക് യു ഹണേ, താങ്ക് യു. അയ്യേ, ഇതൊക്കെ എന്റെ കടമയല്ലേ. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. താങ്കൾക്ക് ഇനി ഞങ്ങളുടെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ആ, ഒരു കാര്യം കൂടിയുണ്ട്. അയ്യോ ഇനിയിപ്പോ എന്താ കാര്യം? എന്ന രാത്രി എന്റെ ഈ പുതിയ വീട്ടിൽ പാർട്ടി നടത്തുന്നുണ്ട്. നിങ്ങൾ ആ പാർട്ടിയിൽ ഡാൻസ് കളിക്കണം. നിങ്ങൾ 4 പേരും എന്റെ അതിഥികളാണ്. ഓഹോ.